ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കോഫി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. കോഫി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് കോഫി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞ പോലെ തന്നെ കോഫിയാണ്. ബ്രൂ കോഫി എടുക്കുക എന്നാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ബ്രൂ കോഫി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നാടൻ കാപ്പിപ്പൊടിയിൽ അത്ര വലിയ റിസൾട്ട് ഉണ്ടാവില്ല. ഈ കാപ്പിപ്പൊടിയിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ് കേട്ടോ. ഞാൻ 1.5 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കടലപ്പൊടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് കേട്ടോ. തേനും കൂടി ഇതിലേക്ക്, തേന് നമ്മളെ സ്കിന്നിനെ നല്ലോണം എന്താ പറയുക, മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് മുഖത്തിലേക്ക് ഇട്ടാൽ കേടല്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരു കേടുമില്ല, ഡയറക്റ്റ് ഇട്ടാലാണ് പ്രശ്നം. ഇതേപോലെയുള്ള ഫേസ് പാക്കുകളുടെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് കൊണ്ടെല്ലാം അത് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുക എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ഈ ലെമൺ യൂസ് ചെയ്താൽ. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഇവിടെ റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് കൂടി ആഡ് ചെയ്യണം. പാൽ എന്ന് പറയുന്നത് പശുവും പാലാണ്, സാധാരണ പച്ചപ്പാൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യുക. ഞാനിവിടെ പാലാണ് യൂസ് ചെയ്തത്. നിങ്ങളെ സ്കിൻ ടൈപ്പിന് പാലിനേക്കാളും കൂടുതൽ തൈരാ സൂട്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്താലും നല്ലതാണ്. അതേപോലെ ഈ വെയിലത്തുനിന്ന് വന്നാൽ നമ്മുടെ മുഖത്തൊരു ഭയങ്കര ഒരു കരിവാളിപ്പ് ഉണ്ടാവില്ലേ, ആ കരിവാളിപ്പ് ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. പുറത്തുനിന്ന് വന്നതിന് ശേഷം മുഖം കഴുകി ഈ ഒരു പാക്ക് ഇട്ടിട്ട് കഴുകിക്കളഞ്ഞാൽ ആ ഒരു കരിവാളിപ്പ് പൂർണ്ണമായി മാറി നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫേസ് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് വേണം നമ്മളിത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും കൂടിയും ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കറുത്ത പാട് മാറാനെല്ലാം ഇത് സഹായിക്കും കേട്ടോ. അതിന് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം സാധാരണ വെള്ളത്തിൽ നമുക്കിത് കൈക്കളയണം. ഇത്ര പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കി, ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം നിങ്ങൾ വെച്ചാൽ മതി. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകി എടുത്ത ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഞാൻ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് റിസൾട്ട് മനസ്സിലാകുക. അപ്പോൾ നല്ല കളറ് കുറഞ്ഞവർക്കും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് കൈയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കുക നിങ്ങൾക്ക് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യുക. അടിപൊളി റിസൾട്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് കിട്ടും. നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ കൈയിൻ്റെ ഡിഫറൻസ്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്തതിൻ്റെ കമൻറ്റ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നല്ലൊരു ഗ്ലോ കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ട്രൈ ചെയ്ത് നോക്കുന്നവർക്കെല്ലാം റിസൾട്ട് ഉറപ്പാണ്. നിങ്ങൾക്ക് ഫേസിൽ ഫസ്റ്റ് ഇടുന്നില്ലേ, കയ്യിലേക്കും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്